മുനമ്പത്ത് വഖഫ് സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങുമ്പോൾ കുഴിഞ്ഞു വീണ് മരിച്ച തൃശൂർ സ്വദേശി പെരിഞ്ഞനം ആറാട്ടുകടവ് ബാലൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങുമ്പോഴായിരുന്നു ഒരു മരണം സംഭവിച്ചത്. അവിടുത്തെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ പി, ഞാനിപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ പെരിഞ്ഞനം സ്വദേശിയായിട്ടുള്ള ബാലൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ മുനമ്പത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 20 സംഘമാണ് ഈ പ്രദേശത്ത് നിന്ന് പോയിരുന്നത്. അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ സമരത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ വഖഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ സമീപമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മസ്ജിദുമായി തർക്കത്തിലുണ്ട് എന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായും ഈ കുടുംബം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങൾ ഈ കറുകച്ചാലി പള്ളി മഹല്ല് കമ്മിറ്റി വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന കൂളിമുട്ടം പാപ്പിനുവട്ടം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന 2.5 ഏക്കർ ഭൂമിയിൽ 2.5 സെന്റ് സ്ഥലത്തിൻ്റെ ഉടമയാണ് ഇന്നലെ മരിച്ച ബാലൻ. അദ്ദേഹം കൽപ്പണി കൂലിപ്പണിക്കാരനായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്ത് കേസ് നടത്തി 2.5 സെന്റിൻ്റെ ഭൂമിക്ക് പകരം 1 ഏക്കർ ഭൂമിയുടെ കാശ് ചെലവ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം മനോവിഷമത്തിലായിരുന്നു. ആ മനോവിഷമത്തിനോട് കൂടിയാണ് ഞങ്ങൾ മുനമ്പം സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ അവിടുത്തെ സമിതിയായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം തിരിച്ചു തരികയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ 5:45 കൊടുങ്ങല്ലൂരിൽ വെച്ച് അദ്ദേഹം ഇറങ്ങുകയും മനോവിഷമമുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങുകയും ഇത് കിട്ടൂല ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എത്ര വർഷമായിട്ടായിരിക്കും നിങ്ങൾ ഈ നിയമപരമായിട്ടുള്ള ഈ പോരാട്ടം തുടങ്ങിയത്? ഞങ്ങൾ 25 വർഷം ആയിട്ടുള്ളൂ. അതിൽ താമസിക്കുന്ന 2 ഹരിജൻ 5-6 വനിതകൾ വിധവകളായിട്ടുണ്ട്. ഇവർ വെളുപ്പിന് വന്ന് തെങ്ങേറി, പള്ളി കമ്മിറ്റി തെങ്ങേറി അവരെ ഭീഷണിപ്പെടുത്തി കുടിയൊഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടുപേരും ഇതേപോലെ കുഴഞ്ഞു വീണ് ഞങ്ങളത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും മറ്റുള്ള അധികാരിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവർക്കെതിരെ കേസ് കൂട്ടവും നടത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് പാവങ്ങളായ ഈ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഈ ഭൂമി ഇനിയും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കുടിയടപ്പ് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരികയും പുതിയ നിയമം വരുമ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച ഇതിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂമി നഷ്ടപ്പെടുമെന്നുള്ള ഒരൊറ്റ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പറയപ്പെടുന്ന ഭൂമിയുടെ ഒരു ഉടമസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉണ്ട്. അദ്ദേഹം തന്നെ കൂടുതൽ വിഷയം ചോദിക്കാം. എന്താണ് സത്യത്തിൽ ഈ വിഷയം? ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു ജുമാഅത്ത് പള്ളി, അതായത് ചരിപ്പള്ളി എന്നാണ് പറയുക. ഇപ്പോൾ പ്രാണിയാട് ജുമാ മസ്ജിദ്, ഈ പള്ളിയുടെ കീഴിൽ തന്നെ വേറൊരു ജുമാഅത്ത് പള്ളിയും കൂടിയുണ്ട്, എമ്മാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ 2 സ്ഥലവും ഞങ്ങളതാണ്. ഇപ്പം ഈ പഴയ പുതിയ ജമാഅത്ത് പള്ളിയുള്ള സ്ഥലം 6 ഏക്കർ 36 സെന്റ് ഭൂമിയാണ്. ഇത് എൻ്റെ വാപ്പയും മൂത്താപ്പയും കൂടിയിട്ട് പള്ളിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത വെച്ചാൽ കമ്മിറ്റീൻ്റെ വെച്ച് ഞങ്ങളെ കുടുംബ സ്വത്താണ്. ഞങ്ങളെ കുടുംബത്തിൻ്റെ അധീനത്തിൽ എന്തെങ്കിലും ഭരണം ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കുടുംബം അതും പതിച്ച്. അപ്പം കമ്മിറ്റി രൂപീകരിച്ച് വാപ്പയും മൂത്താപ്പയും തന്നെയാണ് കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിനെ ആ സ്ഥലം ഈ 6 ഏക്കർ 36 സെന്റ് ഭൂമി അവരെ ഏൽപ്പിച്ച്. പിന്നെ ജനങ്ങൾ ഒരു 10-800 ചില്ലാനും വീട്ടുകാരുണ്ട്. അവരൊക്കെ പിരിവുകൊണ്ട് പള്ളി പരിപാലിച്ച് പോകും എന്നൊക്കെയാണ്. പിന്നെ ഇത് കൊടുത്തതിന് ശേഷമാണ് ഇവർ ഇപ്പോൾ ഈ അടുത്തുള്ള കേസ് വന്നപ്പോൾ 2015 ഈ ഞങ്ങൾ കയ്യേറിയെന്നും പറഞ്ഞായിട്ടാണ് ഇവർ വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പം കേസ് നടക്കുന്നുണ്ട്. ഒരു ഹൈക്കോടതിനെ കൊടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് വഖഫ് ട്രിബ്യൂണലിൽ നടക്കുന്നത്. അതിപ്പോൾ ഏകദേശം കോവിഡിന് മുമ്പാണ്, 2005 2015 ഈ കേസ് വന്നത്. അതിനുശേഷം പിന്നെ കോവിഡ് വന്നല്ല, കോവിഡ് അപ്പോൾ ഈ കേസ് നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ ഈ വഖഫ് ട്രിബ്യൂണലിൽ ഇവരോട് പള്ളി കമ്മിറ്റിക്കാരോട് ഇതിൻ്റെ ആധാരം ഹാജരാക്കാൻ പറഞ്ഞു. ആ ആധാരം ഹാജരാക്കാൻ പറഞ്ഞ് ഇവർ ഇതേവർക്കും ആധാരം ഹാജരാക്കിയിട്ടില്ല. അവരുടെ കയ്യിൽ ആധാരവും ഇല്ല, ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഡോക്യുമെൻ്റൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളുടെ പേരിൽ വാപ്പടയും മൂത്താപ്പടയും പേരിലാണ് ഈ കിടക്കുന്ന ഭൂമികൾ എല്ലാം. അതെ, ഇപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഈ മുന്ന് കൊടുത്തിരുന്ന ആളുണ്ടല്ല,
അവർ ഇവർക്ക് കൈമാറി ഇങ്ങനെ കൊടുത്തതാണ്. ഇവരേൽ ആധാരമുണ്ട്, ജമ്മന്തീർ ആധാരമുണ്ട്, പട്ടയുണ്ട്. ഓരോരുത്തേക്ക് 2 പട്ടയും 3 പട്ടയൊക്കെ ഉണ്ട്. ജമ്മന്തീറാണ് എല്ലാവർക്കും. പിന്നെ ഇതെങ്ങനെ ഈ ഒക്കപ്പിൻ്റെ പേരൊന്നും എനിക്കൊരു പിടുത്തമില്ല. എൻ്റെ വാപ്പയും മൂത്താപ്പായിട്ട് ഒക്കപ്പോടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പള്ളിയെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഈ ഭൂമിയെ രജിസ്റ്റർ ചെയ്തില്ല. ഈ ഭൂമി ഞങ്ങളെ കുടുംബസ്വത്താണ്. ഞങ്ങളിവിടെ ഒരു 100-300 കൊല്ലത്തെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അന്നിവിടെ ആരുമില്ല. ഈ വഖഫിന്റെ പേര് ഇപ്പോൾ പറയുന്നുണ്ട്. ആ വക്കഫിനെ പോലെയാണ് ഇപ്പോൾ പറയണത്. വക്കഫോടെ ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഈ കേരളം മുഴുവനും വക്കഫായിട്ട് മാറും. ഇവിടെയുള്ള ജനങ്ങൾ, ഈ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവനും ഇനി ലാസ്റ്റ് ഇത് വരുമ്പോൾ വക്കഫോടിന് വാടക കൊടുക്കേണ്ടി വരും. നിങ്ങളെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ചാനലരെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഓഫീസും വക്കഭൂമി ആവും. ഇപ്പം ഭരണം തന്നെ ഇനിയിപ്പോൾ കേരളത്തിന് ഭരണം തന്നെ വക്കഫോടെ ആയിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നാൻ അങ്ങനെ ഉണ്ട്, ഗവൺമെൻറ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒറ്റ ഭരണം വരും. അതായത് ഈ അറബ് രാജ്യത്തൊക്കെ രാജഭരണമാണ് എന്ന പോലത്തെ രാജഭരണം പോലെ. അപ്പം ഇനിയിപ്പോൾ നമ്മളൊക്കെ അവർ പറയാണ്ട് പോലും കക്കൂസെ പോയി അവരോട് ചോദിക്കേണ്ടത്. തീർച്ചയായിട്ടും എന്തായാലും ഈ കുടുംബം വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി വർഷങ്ങളായി ഈ ബാലനടക്കമുള്ള ഏതാണ്ട് 11ഓളം കുടുംബങ്ങൾ ഈ നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. അതിനൊരു അവസാനം കാണുന്നതിന് മുൻപാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയത്. എന്തായാലും ഈ ജീവിച്ചിരിക്കുന്നവർക്ക് നീതി നടപ്പാക്കണം, നീതി ലഭ്യമാക്കണം എന്ന് തന്നെയാണ് ഈ എല്ലാ കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ട ആവശ്യം.